എല്ലാവർക്കും നമ്മളെ KK എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബേഡ്സിനെ ഇണക്കി വളർത്തുക. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് ഇണക്കാം, ഏത് പരുവത്തിൽ നമുക്ക് അവരെ എടുത്ത് എൻഫീഡ് ചെയ്യാം, അത് എത്ര തവണ നമുക്ക് എൻഫീഡ് ഫോർമുല കൊടുക്കണം, അതുപോലെ തന്നെ അവരെ നമ്മൾ എത്ര മാസത്തോളം എൻഫീഡ് ചെയ്യണം, അവരെ നമ്മളെങ്ങനെ ടൈമിഡ് ആക്കണം, എന്തൊക്കെ കെയറിങ്ങൾ കൊടുക്കണം എന്നൊക്കെയുള്ള പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് യൂട്യൂബ് ചാനലിൽ നിങ്ങളോടായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ കൊനൂർ, പൈനാപ്പിൾ കൊനൂർ, ആഫ്രിക്കൻ ലവ് ബേഡ്സ്, അതുപോലെ ഗേ പാരറ്റ്, മക്കാവോ, അപ്പോൾ കുറേ തരത്തിലുള്ള ബേഡ്സുകൾ ഇന്ന് നമ്മുടെ പെറ്റ് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഈ അലങ്കാരത്തിനും അതുപോലെ നമ്മളെ വീട്ടിൽ നമ്മൾ അരിമപ്പെറ്റുകളായി വളർത്തുവാനും ഇന്ന് നമ്മൾ എക്സിബിഷൻ നടത്തുന്നത് പാർക്കുകളിലൊക്കെ ടൈമിഡാക്കിയും അതുപോലെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ട് ഇതുപോലെ ഒന്നും നമുക്ക് വളർത്തിക്കൂടാന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും തന്നെ വളർത്താൻ പറ്റും, സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിത് എൻഫീഡ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, റിസ്ക് അല്ലേ എന്ന് വിചാരിക്കും. സിമ്പിളാണ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ബേർഡ് എഗ്ഗിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു മുട്ട വിരിഞ്ഞ് ഒരു 20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ബേഡ്സിനെ, ഇതിൻ്റെ കുട്ടിയെ നമുക്ക് എടുത്ത് എൻഫീഡ് ചെയ്ത് വളർത്താൻ പറ്റും. അന്നപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ കണ്ണ് കീറി കഴിഞ്ഞാൽ എടുത്ത് വളർത്താം. ഒരു 20 ദിവസം ആകുമ്പോൾ അവരെ എടുക്കുക, ഒരു ദിവസം 4 നേരം നമുക്ക് എൻഫീഡ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ ഡയലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് എത്ര അളവിനാണോ വെച്ചാൽ ഡയലോഡ് ചെയ്തിട്ട് സിറിഞ്ചിലാക്കിയിട്ട് നല്ല വില കോഫിലേക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഈ സിറിഞ്ച് കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പെറ്റ് ഷോപ്പിൽ അവൈലബിളാണ്. അപ്പോൾ കൂടുതലും നല്ല ഗ്രോത്തും വളർച്ചയും കിട്ടുന്ന എൻഫീഡ് ഫോർമുല എന്ന് പറയുന്നത് A19 ആണ്. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ എവറിൽ നമ്മൾ ബേഡ്സിന് കൊടുക്കുന്ന ഒരു ഫോർമുല A19 ആണ്. അപ്പോൾ ഒരു ദിവസം 4 നേരം കൊടുക്കണം. രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉച്ച, വൈകുന്നേരം, രാത്രി. അത് ഇവർക്ക് പിന്നെ ഇവരെ ഗ്രോത്തും അവരെ പെട്ടെന്ന് വളർച്ചയ്ക്കും നല്ലതാണ്. അപ്പോൾ 4 നേരം കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ അവർ ഏകദേശം ഫെദറൊക്കെ വന്ന് നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാം. അതൊക്കെ നമ്മൾ തലോടി കൊടുക്കുക, അവർക്ക് നല്ല മസാജ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളോട് ബോണ്ടിങ് ആവും. അതുപോലെ തന്നെ ഇവർ ഏകദേശം ഫെദറുകളൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർ പറക്കാനുള്ള നേരമാകുമ്പോൾ ഇവർക്ക് നമുക്ക് സോഫ്റ്റ് വുഡുകളാക്കിയിട്ട് വത്തക്ക, അതുപോലെ പഴം, ആപ്പിൾ, അങ്ങനത്തെ കട്ടി കുറഞ്ഞ ഫ്രൂട്ട്സുകൾ വെച്ച് കൊടുത്ത് ഇവരെ നമുക്ക് പിന്നെ നമ്മൾക്ക് ഇവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കാം. പിന്നീട് നമുക്ക് ഇവർക്ക് ചെറിയ മിക്സുകൾ, അതുപോലെ സീഡുകൾ, ഈ തുടക്കത്തിൽ ഈ തിന, അതുപോലെ നെല്ല്, അതുപോലെ സീഡ് മിക്സുകളൊക്കെ വെച്ച് കൊടുത്ത് അവർ കുറച്ച് കഴിച്ച് തുടങ്ങും. അങ്ങനെ നമുക്ക് ഇവർക്ക് അളവ് കൂട്ടി കൊടുക്കാം. എന്നാലും നമുക്ക് എന്താക്കണം, എൻഫീഡ് നിർത്താൻ പാടില്ല. നമ്മൾ 4 നേരമുള്ള എൻഫീഡ് നമുക്ക് 1 നേരം 2 നേരമാക്കി കുറയ്ക്കാം. അപ്പോൾ ഏകദേശം ഇവരെ നമ്മൾ ഒരു 20 ദിവസം കഴിഞ്ഞ് എൻഫീഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തോളം നമ്മൾ എൻഫീഡ് ചെയ്യണം. എന്നാലും ഇവർ പൂർണ്ണ വളർച്ചയിലെത്തും. നമ്മളെ ഇതിൻ്റെ ഒരു പാരൻസ് നോക്കുന്നത് പോലെ നമ്മൾ എൻഫീഡ് ചെയ്യുമ്പോൾ വളർച്ച കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പിന്നെ നമുക്കൊരു സ്വന്തമായിട്ട് എൻഫീഡ് ചെയ്ത് ഒരു ബേർഡിനെ ടൈമിഡാക്കി വെക്കാം. അപ്പോൾ ഇത്ര നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്.